ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഫോണിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഗൂഗിൾ അക്കൗണ്ടിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പല ആൾക്കാരും ഫോണിൽ ഇങ്ങനെ കണ്ടമാനം ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങുമ്പോൾ ഒരു ഗൂഗിൾ അക്കൗണ്ട്, അടുത്ത ഫോൺ വാങ്ങുമ്പോൾ വീണ്ടും ഒരു ഗൂഗിൾ അക്കൗണ്ട്, അങ്ങനെയാണ് അധികം ആൾക്കാരും ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, കൃത്യമായിട്ട് നിങ്ങളൊരു അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായിട്ടൊരു ഗൂഗിൾ അക്കൗണ്ട് ആക്കുകയും കോൺടാക്ട് സേവിങ് ഓപ്ഷൻ ആ ഗൂഗിൾ അക്കൗണ്ടിൽ സെറ്റ് ചെയ്യും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് തന്നെ അതാക്കുക, അല്ലാണ്ട് മറ്റേ എന്താ പറയുക ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ നെയിംസ് കൊടുക്കാതെ കൃത്യമായിട്ട് നിങ്ങളുടെ പേര്, കാരണം നിങ്ങൾക്ക് അത് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഏതൊരു സ്ഥലത്ത് ഉപയോഗിക്കാം. ആ തരത്തിലായിരിക്കണം പേര്. ഇനീഷ്യൽ ഒന്നുകിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക, നേരെ തിരിച്ചിടുക. ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പം 1995 5/9/1 നേരെ തിരിച്ചിടുക. ഓക്കെ, അല്ലെങ്കിൽ അത് വേണ്ട, നിങ്ങൾ ഏത് വർഷമാണോ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു വർഷം കൊടുക്കാം. പേര് ഇനീഷ്യൽ, ഏറ്റവും നല്ലത് പേര് ഇനീഷ്യൽ, നിങ്ങൾ ഏത് വർഷമാണോ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തത് ആ വർഷം കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് @gmail കൊടുക്കാം. പിന്നെ വലിയ രീതിയിലുള്ള നല്ല ലോങ് ആയിട്ടുള്ള പേരുകൾ ഇമെയിൽ അഡ്രസ്സിന് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ചെറിയ പേര്, അതിനുശേഷം ഇനീഷ്യൽ, പിന്നെ നിങ്ങളുടെ ഈ പറയുന്ന വർഷം, അതായത് നിങ്ങൾ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന വർഷം കൊടുക്കാം. ഓക്കെ, പാസ്വേഡ് ഏറ്റവും നല്ലത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം അത് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. അതിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ എനെയൊക്കെ നമ്മൾ അറ്റാക്കി മാറ്റുക. ഓക്കെ, അതുപോലെ തന്നെ വരുന്നതിന് പകരം # ഉപയോഗിക്കുക. തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ അവസാനം @ കൊടുത്തിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കൊല്ലത്തിൻ്റെ അപ്പുറം തന്നെ മാസം ദിവസം കൂടി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ആവും. അപ്പോൾ ഏകദേശം ഏതൊരാളുടെ പാസ്വേഡിനും നിങ്ങളുടെ പേരും ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും കൂടി കൊടുക്കുമ്പോൾ തന്നെ, ഇനീഷ്യലും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 10-21 അക്കം ഉണ്ടാവും. സ്ട്രോങ്ങസ്റ്റ് പാസ്വേഡായി. ആർക്കും അത്ര പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിലവിലെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ആർക്കും അത്രയും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത നല്ലൊരു പാസ്വേഡായി മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാം. ഇത് ഫോൺ വാങ്ങുമ്പം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറിയിലോ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തൊരു പുസ്തകം ഉണ്ടാവില്ലേ കയ്യിൽ, ആ പുസ്തകത്തിൽ ഈ പാസ്വേഡ് യൂസർ നെയിമും എഴുതി വെക്കുക. ആരും കാണാത്ത രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള കസ്റ്റഡിയിൽ നിങ്ങൾ വെക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫോൺ വാങ്ങുമ്പോൾ സെറ്റപ്പ് ആക്കിയില്ലേ, ആ ഒരു പാസ്വേഡിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഫുൾ ടൈം ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മളെ ഫോണിൽ ആദ്യമായിട്ട് ഫോൺ തുറക്കുമ്പോൾ, ഇപ്പോൾ അത് നമ്മൾ ഫോണൊക്കെ എല്ലാ സെറ്റപ്സുകളും ഇങ്ങനെ കൊടുത്ത് പ്ലേ സ്റ്റോർ തുറക്കുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബ് തുറക്കുമ്പോൾ ക്രിയേറ്റ് ആൻഡ് ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ വരും. ആ സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടാണ് ഇതിൻ്റെ പ്രൈമറി അക്കൗണ്ടായിട്ട് നമ്മുടെ ഫോൺ കരുതുക. അപ്പം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഇപ്പം അച്ഛനായാലും അമ്മയായാലും കുട്ടികളൊക്കെ ആയാലും ഭയങ്കരമായിട്ട് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം തടയുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സിബ്ലിങ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ രഹസ്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പാസ്വേഡ് സെറ്റ് ചെയ്യും. അത് തന്നെ എങ്ങനെയെങ്കിലായിട്ട് ഏട്ടത്തിയുടെ പാസ്വേഡ് അനിയത്തി നോക്കും, അല്ലെങ്കിൽ അനിയത്തിയുടെ പാസ്വേഡ് ഏട്ടത്തി നോക്കും, ഏട്ടൻ്റെ പാസ്വേഡ് അനിയത്തി നോക്കും, തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവർ നിരന്തരമായിട്ട് ഈ പാസ്വേഡ് മാറ്റി മാറ്റി കളിക്കും. അപ്പം ചില സമയങ്ങളിൽ ഇതേപോലെ രാത്രിയിൽ പാസ്വേഡ് മാറ്റി കിടന്നുറങ്ങും, രാവിലെ എണീച്ച് നോക്കുമ്പോൾ അത് ഓർമ്മയുണ്ടാവില്ല. അപ്പം ഇത്തരം പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊന്ന് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ആണെങ്കിൽ നമ്മൾക്ക് യൂട്യൂബിൽ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാം, വോളിയം ഡൗൺ അല്ലെങ്കിൽ വോളിയം അപ്പ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഓൺ ചെയ്യാം. അതിൽ വൈപ്പ് ഡാറ്റ കൊടുത്ത് റീസെറ്റ് ചെയ്യാം. പക്ഷേ ഇത്തരത്തിൽ റീസെറ്റ് ചെയ്യുമ്പോഴും രണ്ടാമത് ഫോൺ ഓൺ ആക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് എൻ്റർ ഇമെയിൽ ആൻഡ് പാസ്വേഡും ചോദിക്കുന്നുണ്ട്. ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പ്രൈമറി ആയിട്ട് കൊടുത്തിട്ടില്ലേ ഒരു ഇമെയിൽ, അതാണ് ചോദിക്കുന്നത്. അപ്പം അതറിയില്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഈ ഫോൺ തുറക്കാൻ പറ്റില്ല. പിന്നെ കടയിൽ കൊടുത്തിട്ട് അതിന് FRP ലോക്ക് എന്നാണ് പറയുന്നത്. FRP ലോക്ക് അൺലോക്ക് ചെയ്യണം. അതിന് നമ്മൾ മൊബൈൽ ഷോപ്പ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവരെന്ത് ചെയ്യും, മൊത്തത്തിൽ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ആ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പം നേരെ മറിച്ച് നമ്മൾക്ക് നമ്മുടെ ഡാറ്റ പോയാലും കുഴപ്പമില്ല, നമുക്ക് ഫോൺ റെഡിയായി കിട്ടിയാൽ മതി എന്നാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഫോൺ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർമ്മിക്കുക, ഫോൺ റീസെറ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ പറഞ്ഞ രീതിയിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കുമ്പോൾ വോളിയം ബട്ടൺ ഞെക്കി പിടിച്ച് റീസെറ്റ് ചെയ്യുന്ന വൈപ്പ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഇൻറ്റേർണൽ മെമ്മറി കാർഡല്ല, ഇൻറ്റേർണൽ മെമ്മറിയിലുള്ള സകല ഡാറ്റാസുകളും ഇറേസ് ചെയ്ത് പോകുന്നതാണ്. സിമ്മിലെ കോൺടാക്ട്സ് നഷ്ടപ്പെടില്ല, മെമ്മറി കാർഡിലെ വിവരങ്ങളും നഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പോൾ ഫോണിൽ ഇൻറ്റേർണൽ മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസുകളും ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനുകൾ, വാട്സപ്പ് തുടങ്ങിയ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ തുറന്നു വരുമ്പോൾ ഈ പ്രൈമറി ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് അടിച്ചു കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് കടയിൽ പോകാതെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഫോൺ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്.
അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഫോണുകൾ ഇതേപോലെ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്തെടുക്കാം പ്രൈമറി ഇമെയിൽ ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫോണിൽ ഇപ്പം നമ്മൾക്ക് എന്താ പറയുക, ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച ഇമെയിലുകൾ നമുക്ക് അതേപോലെ തന്നെ ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള ഫയലുകൾ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്ത് വെച്ച് അതുപോലെ തന്നെ അത് ആക്സസ് ചെയ്യാം. ഏറ്റവും ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോണിൽ പ്രൈമറി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഇമെയിലിലേക്ക് തന്നെ കോൺടാക്ട്സ് ആഡ് ചെയ്യും. കോൺടാക്ട്സിൽ പോയി കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ഏതിലേക്കാണ് സേവ് ചെയ്യേണ്ടത് കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സിമ്മിലേക്കുണ്ട്, ഫോണിൻ്റെ സ്റ്റോറേജിലേക്കുണ്ട്. അതല്ലാതെ നിങ്ങൾ ഏതൊക്കെ ഇമെയിൽ അഡ്രസ്സ് ലോഗിൻ ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡീഫോൾട്ടായിട്ട് ഒരു ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിക്കാം, അതിലേക്ക് തന്നെ കോൺടാക്ട് സേവ് ചെയ്ത് വെക്കുക. ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ ഫോൺ അടിച്ചു പോയി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയ ഫോൺ വാങ്ങി ഇതേ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കോൺടാക്ട്സും നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾക്ക് ഓരോ ഫോൺ വാങ്ങുമ്പോഴും കോൺടാക്ട്സ് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു കംപ്ലയിൻറ്റുകൾ, അല്ലെങ്കിൽ ഫോൺ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റി ആ കോൺടാക്ട്സ് നഷ്ടപ്പെടുന്ന പ്രോബ്ലംസൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് ഉപയോഗിക്കുക. പിന്നെയും കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം ഞാനൊരു സ്ക്രിപ്റ്റ് ഒന്നും തയ്യാറാക്കാതെ ജസ്റ്റ് വീഡിയോ ഓൺ ചെയ്ത് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ മിസ്സായി പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കും ഫോൺ മിക്കവാറും പ്രൈമറി ഇമെയിൽ അഡ്രസ്സ് ആൻഡ് പാസ്വേഡായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ ഫോൺ വിൽക്കുകയാണ് മറ്റൊരാൾക്ക്, ഓക്കെ, ഫോൺ വിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഫോൺ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന എല്ലാ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. അതിന് പ്രത്യേകിച്ചിട്ട് എന്താ പറയുക, തടസ്സങ്ങളൊന്നുമില്ല. സെറ്റിങ്സ് എടുക്കുക, സെറ്റിങ്സിൽ അക്കൗണ്ട്സ് എടുക്കുക. ആൻഡ്രോയിഡ് ഫോണിലാണ് സെറ്റിങ്സ് എടുക്കുക, സെറ്റിങ്സിൽ അക്കൗണ്ട്സ് എടുക്കുക. അതിൽ ഗൂഗിൾ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ട്സും കാണും. ഓപ്പൺ ചെയ്യുക, റിമൂവ് അക്കൗണ്ട് കൊടുക്കുക, ഓപ്പൺ ചെയ്യുക, റിമൂവ് അക്കൗണ്ട് കൊടുക്കുക. എല്ലാ അക്കൗണ്ട് റിമൂവ് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫോൺ ഫോർമാറ്റ് ചെയ്യുക, എന്നിട്ട് അടുത്താക്ക് വെക്കുക, ഓക്കെ. അതല്ല നിങ്ങളൊരു അക്കൗണ്ട് വെച്ചിട്ട് ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നോർമൽ ഫോണിൻ്റെ ഡീഫാൾട്ട് ഓപ്ഷനിൽ പോയി റീസെറ്റ് കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രോബ്ലം വരില്ല എന്നാണ് വിശ്വാസം. എന്നിരുന്നാൽ പോലും അങ്ങനെ ചെയ്യുമ്പോഴും, അതായത് നമ്മൾക്ക് ഫോൺ ആക്സസ് ഉണ്ട്, നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ആ റീസെറ്റ് കൊടുക്കുന്നെങ്കിൽ പോലും നിങ്ങൾ ഈ പറയുന്ന മറ്റൊരാൾക്ക് ഫോൺ കൈമാറുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ഇമെയിൽ അഡ്രസ്സ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അതായത് നിങ്ങൾ ഡീഫാൾട്ടായിട്ട് ഒരു ഇമെയിൽ അഡ്രസ്സും പാസ്വേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ചില സമയത്ത്, എല്ലാവരുമല്ല, ചില ആൾക്കാരും ചില ആപ്ലിക്കേഷനുകൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പം പവർ ആമ്പ് എന്ന് പറഞ്ഞിട്ട് MP3 പ്ലെയർ ഉണ്ട്, അടിപൊളിയായിട്ടുള്ള MP3 പ്ലെയറാണ്. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തതാണ്. അപ്പം ഈ ഒരൊറ്റ ഇമെയിൽ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ രണ്ടാമതൊരു പുതിയ ഫോൺ വാങ്ങുക, അല്ലെങ്കിൽ മറ്റൊരു ഫോണിൽ ഈ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ പർച്ചേസ്ഡ് ആപ്ലിക്കേഷൻ്റെ ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വീണ്ടും പൈസ കൊടുക്കാതെ തന്നെ ആ പ്രീമിയം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന, അതുപോലെ തന്നെ ഒറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്തു വെച്ച ബുക്ക് മാർക്കുകളും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാം നമുക്ക് പഴയ പോലെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മാക്സിമം ഒരു ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടി വരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.